കണ്ണേട്ടാ, ഇന്ന് ഏതായാലും നമുക്കൊക്കെ ഒരു ഗുഡ് ന്യൂസ് കേൾക്കാൻ പറ്റിയേക്കും. അവളുടെ വയറ്റിലുള്ള കുഞ്ഞ് ഇന്ന് മിക്കവാറും അവളുടെ വയറ്റിൽ വെച്ച് തന്നെ കത്തിപ്പോവും. നിനക്കെങ്ങനെ അറിയാം? അവളുടെ അമ്മ ഇന്നലെ പോയി മൂത്ത മോൾക്ക് ഇഷ്ടംപോലെ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അതിനകത്താ കരുണയുടെ അച്ഛൻ വിട്ട ഗുണ്ട പോയി വിഷം കലർത്തിയത്. അമ്മയ്ക്കൊന്നും സംഭവിക്കില്ല, പക്ഷെ കുഞ്ഞു പോവും. ഒരു കണക്കിന് ആദ്യ സ്റ്റെപ്പ് എന്ന രീതിയിൽ അത് തന്നെയാ നല്ലത്. കുഞ്ഞു പോയപ്പോ കരുണ കരഞ്ഞ കരച്ചില് അവളും കരയട്ടെ. എന്നിട്ട് അത് നമുക്ക് പോയി കണ്ട് ആസ്വദിക്കാം. അവൾ അത്രത്തോളം അഹങ്കരിക്കല്ലേ. ഫൈനാൻസിയേഴ്സിലും കൺസ്ട്രക്ഷൻ കമ്പനിയിലൊക്കെ വന്ന് അവളവിടെ അധികാരം കാണിക്കല്ലേ. അതിനവളെ മൂലക്കിരുത്തിയേ പറ്റൂ കണ്ണേട്ടാ. ഒരാവശ്യത്തിന് വിളിച്ചാൽ കിട്ടത്തുമില്ല. ഈ അനന്തോട്ടൻ എവിടെ പോയി കിടക്കുന്നു? അയ്യോ, എന്തു പറ്റി? അയ്യോ എന്താ? അനന്തോട്ടാ, ഇങ്ങോട്ട് വാ. അനന്തോട്ടൻ എവിടെ പോയി കിടക്കുമായിരുന്നു? മഹിയെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. മഹിക്ക് നല്ല വയറുവേദന, ശ്വാസമുട്ടലൊക്കെ ഉണ്ട്. തോമസ് സാറിന്റെ അടുത്ത് പോയാൽ മതി. എന്നാ വാ, വേഗം പോ. സൂക്ഷിച്ചു. കണ്ണാ, എടാ മഹിക്ക് തീരെ വയ്യ. എടാ എടാ അനന്തു, അയാള് കഴിച്ച പലഹാരത്തിൽ വിഷം ഉണ്ടായിരുന്നു.